നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച ഇന്ന് ജനീവയിൽ വീണ്ടും നടക്കുകയാണ്. ചർച്ചയിലെ വിഷയം ആയിട്ട് നമ്മൾ അറിയുന്നത് ഇറാൻ അവരുടെ ന്യൂക്ലിയർ പരിപാടി നിർത്തിവെക്കണം എന്നതാണ്. എന്നാൽ അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വാർത്ത മാത്രമാണ്. യഥാർത്ഥത്തിൽ ചർച്ചാ വിഷയം ഇറാൻ്റെ ന്യൂക്ലിയർ വിഷയം മാത്രമല്ല, പരസ്പര ധാരണയോടെയുള്ള ഒരു എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇറാൻ്റെ ആവശ്യം അമേരിക്ക തങ്ങളുടെ മേലുള്ള ഉപരോധം നീക്കണം എന്നതാണ്. അങ്ങനെ നീക്കാൻ അമേരിക്ക തയ്യാറായി കഴിഞ്ഞാൽ ന്യൂക്ലിയർ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ യുറാനിയം എൻറിച്ച് ചെയ്യുന്നത് തങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അവർ ഇതുവരെ എൻറിച്ച് ചെയ്തിട്ടുള്ള യുറാനിയം ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഉപരോധം നീക്കണം എന്നതാണ്. ഈ ഉപരോധം എന്നാൽ എന്താണെന്ന് നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും അറിയാമെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്താൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഉപരോധം. അതായത് അന്താരാഷ്ട്ര കറൻസികളായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് യൂറോയും ഡോളറുമാണ്. ഇതിൽ പ്രധാനം ഡോളർ തന്നെയാണ്. ഈ കറൻസികളുടെ ഒക്കെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ്, അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ കയ്യിലാണ്. ഈ രണ്ട് കറൻസികളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാതെ നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എന്തെങ്കിലും വിൽക്കാനോ വാങ്ങാനോ സാധിക്കില്ല. ഇതിനേക്കുള്ള സംവിധാനം അമേരിക്ക വളരെ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അവർക്ക് ലോകം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അമേരിക്ക ലോകം നിയന്ത്രിക്കുന്ന യഥാർത്ഥത്തിൽ സൈനിക ശക്തിയിലൂടെ മാത്രമല്ല, സൈനിക ശക്തി ഒരു ഘടകം മാത്രമാണ്. ഏറ്റവും പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് സാമ്പത്തികം തന്നെയാണ്, അതായത് ബാങ്കിങ്ങിലൂടെ അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലൂടെ. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇന്ന് നമുക്കും അവരെ പോലെ ലോകം നിയന്ത്രിക്കത്തക്ക ഒരു ബാങ്കിങ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ മിനിമം ഈ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന്, അല്ലെങ്കിൽ റഷ്യയും കൂടി ചേർന്ന് ഒരു പൊതു കറൻസി ഉണ്ടാക്കി ആ കറൻസിയിൽ മാത്രമേ തങ്ങളോട് ഡീൽ ചെയ്യാൻ പറ്റൂ എന്ന ഒരു വ്യവസ്ഥ ഇവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഡോളറിലുള്ള ഡിപ്പെൻഡൻസ് കുറയുകയും അമേരിക്കയോ മറ്റോ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മളെയോ ഇറാനെയോ പോലെയുള്ള രാജ്യങ്ങളെയൊന്നും സ്വാധീനിക്കാതെ വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു നീക്കം ഇവർ നടത്തുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഇടങ്കോലിട്ട് അമേരിക്ക അതില്ലാതാക്കും. ശക്തമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുന്ന നേതാക്കളുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അമേരിക്കയ്ക്ക് ഭാഗ്യവശാൽ അങ്ങനെയുള്ള നേതാക്കന്മാരെ പണ്ട് മുതലേ കിട്ടിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ അവരുടെ രാജ്യ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ലോകം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ശരി, ഇപ്പോൾ ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ ചർച്ചയിലെ പ്രധാന വിഷയം, അമേരിക്ക ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ വിഷയത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഈ ഉപരോധം മൂലം ഇറാൻ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാന് അവരുടെ ഏറ്റവും വലിയ റിസോഴ്സായിട്ടുള്ള ഓയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സുഗമമായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഡോളർ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ യൂറോയിൽ കൂടി മാത്രമേ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് പല വഴികളിലൂടെയുമാണ് ഇറാൻ അവരുടെ ഓയിൽ വിൽക്കുന്നത്. ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ ഇറാന് അവരുടെ എണ്ണ ഇഷ്ടമുള്ള ഇടത്തേക്ക് ഇഷ്ടമുള്ള അളവിൽ വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇറാൻ ഒരുപാട് കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്, പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കൾ. അരി അവർ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുമൊക്കെയാണ്. ഇപ്പോൾ ഉപരോധമുള്ളത് മൂലം ഈ സാധനങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങൾ വഴി പോവുകയോ അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം വഴി വിൽക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ അരി കൊടുത്തിട്ട് അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു, അങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. എന്നാൽ ഉപരോധം നീങ്ങി കഴിഞ്ഞാൽ ഇറാന് അരി ഡയറക്റ്റ് ഇറക്കുമതി ചെയ്യാം. കാരണം അവരുടെ പക്കൽ ഓയിൽ വിറ്റിട്ട് കിട്ടുന്ന ഡോളർ കാണും. ആ ഡോളർ കൊടുത്തിട്ട് അവർക്ക് ഈസി ആയിട്ട് ഇഷ്ടമുള്ള സാധനം ഇറക്കുമതി ചെയ്യാം. അരി മാത്രമല്ല, മറ്റൊരുപാട് സാധനങ്ങൾക്ക് അവർ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇറാൻ്റെ വ്യാപാരങ്ങൾ സുഗമമായിട്ട് നടക്കും. അതുകൊണ്ട് അവരുടെ എക്കണോമി വളരെ വേഗത്തിൽ വളരും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഉപരോധം നീക്കണം എന്ന് പറയുന്നത്. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പ്ലാൻ അന്നുമില്ല ഇന്നുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിന് ഇക്കാര്യത്തിൽ തയ്യാറുമാണ്. മറ്റൊരു വിഷയങ്ങളും, ഇതല്ലാതെ മറ്റൊരു വിഷയങ്ങളും ഈ ചർച്ചയിൽ വരികയുമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. വ്യാപാര കാര്യങ്ങളൊക്കെ വരാം, പക്ഷെ ഒരിക്കലും തങ്ങളുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ഈ ചർച്ചയിൽ വരില്ല എന്നവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ച ഏതെങ്കിലും കാരണവശാൽ വിജയിച്ച് രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെൻറ്റിലെത്തി അമേരിക്ക ഇറാൻ്റെ ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ അതുമൂലം ഏറ്റവും വലിയ നേട്ടം ആർക്കാണ് ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ കോട്ടം ആർക്കാണ് ഉണ്ടാകുന്നത്? ഈ കോട്ടം ഉണ്ടാകുന്ന രാജ്യം ഏത്, അല്ലെ രാജ്യങ്ങൾ ഏത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇസ്രായേലായിരിക്കും. സത്യം പറഞ്ഞാൽ ഇസ്രായേലിനല്ല കോട്ടം ഉണ്ടാകാൻ പോകുന്നത്, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അമേരിക്ക ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങൾക്കായിരിക്കും. കാരണം ഇറാനിലെ ബിസിനസ്സുകാരൊക്കെ
ഇറാനിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവരവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് പണമിറക്കി അവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്. അവരങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഇറാനിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന കറൻസികളൊന്നും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇറാനിലേക്ക് വേണ്ട സാധനങ്ങൾ കയറ്റുമതിയായാലും ഇറക്കുമതിയായാലും അത് ഗൾഫ് രാജ്യങ്ങൾ മുഖേനയാണ് വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനികൾ മൂലം വലിയ ബിസിനസ് കിട്ടുന്നുണ്ട്, വമ്പൻ ബിസിനസ് കിട്ടുന്നുണ്ട്. ഞാൻ ദുബൈയിലൊക്കെ കണ്ടിട്ടുണ്ട്. ദുബൈയിലേക്ക് സാധനങ്ങൾ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റ് പലയിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ട് അവിടെ നിന്നും ചെറിയ ചെറിയ പോർട്ടുകളിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും വലിയ ലോഞ്ചുകളിൽ നിറച്ചാണ് ഇറാനിലേക്ക് പോകുന്നത്. ഇറാനിലേക്ക് പോകുന്ന ലോഞ്ചുകളുടെ ഒരു നിര തന്നെ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. ഇറാൻ്റെ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം നിൽക്കും. നേരിട്ട് സാധനങ്ങൾ ഇറാനിലേക്ക് പോകും. കാരണം ഇറാൻ അവിടെ ഇരുന്നുകൊണ്ട് സാധനങ്ങൾ നേരിട്ട് വാങ്ങാൻ സാധിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരിൽ പലരും അവരുടെ സ്ഥാപനങ്ങൾ ഇറാനിലേക്ക് മാറ്റും. അവർക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള വീടുകളും ബംഗ്ലാവുകളും ഒക്കെ ചിലപ്പോൾ അവർ വിറ്റിട്ട് പോകാനും മതി, ചില ആൾക്കാരൊക്കെ അവിടെ നിൽക്കാനും മതി. പക്ഷേ വളരെ വലിയ ഒരു മാറ്റം ഗൾഫ് രാജ്യങ്ങളിൽ അതോടെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ്റെ ഉപരോധം നീങ്ങുന്നത് ഒരു തിരിച്ചടിയായിട്ട് മാറും എന്നതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കത്തക്ക പോലെ മാത്രമേ ചിലപ്പോൾ ട്രംപ് അഥവാ ഇറാൻ്റെ ഉപരോധം നീക്കുകയാണെങ്കിൽ തീരുമാനമെടുക്കുകയുള്ളൂ. ഗൾഫ് രാജ്യങ്ങൾ വഴി ഇറാന് ബിസിനസ് ചെയ്യാം എന്നോ മറ്റോ അല്ലെങ്കിൽ ആ രീതിയിലോ മറ്റോ ആണ് വ്യവസ്ഥ കൊണ്ടുവരുന്നതെങ്കിൽ അവർക്കും ഇവർക്കും ഒരേപോലെ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാവുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയേക്കാം. എന്തായാലും ശരി, നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇറാൻ്റെ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ അതുമൂലം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് അമേരിക്കയുമായിരിക്കും. കാരണം ഇപ്പോൾ അമേരിക്കയിൽ നിന്നും നേരിട്ട് ഇറാനിലേക്ക് യാതൊന്നും വിൽക്കാൻ പറ്റില്ല. ഇറാൻ്റെ വിമാനങ്ങളൊക്കെ ഒരുപാട് പഴയതാണെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഈ ഉപരോധം ഉള്ളതുകൊണ്ട് പുതിയ വിമാനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. പഴയ വിമാനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് സ്പെയർ പാർട്സൊക്കെ അമേരിക്കയിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യങ്ങൾ വഴി കടത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പെയർ പാർട്സ് സ്വയം നിർമ്മിച്ചോ ഒക്കെയാണ് ഇറാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇറാൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടതായിട്ട് കേട്ടിട്ടില്ല. പുതിയ പുതിയ ഫ്ലൈറ്റൊക്കെ ഉപയോഗിക്കുന്ന കമ്പനികളുടെ വിമാനങ്ങളൊക്കെ ചെന്ന അപകടത്തിൽ ചാടുന്നുണ്ട്. എന്നാൽ ഇറാൻ്റെ ഒരു വിമാനം ഈ അടുത്ത കാലത്ത് എങ്ങും തന്നെ തകർന്നായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. വളരെ പഴയ വിമാനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്കിലും ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ അവർ വളരെ വലിയ ഓർഡർ തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കും. ബോയിങ്ങിനും അതുപോലെ തന്നെ എയർബസിനുമൊക്കെ വളരെ വലിയ ഓർഡറുകൾ ഇവരുടെ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ അമേരിക്കയിൽ നിന്നും വളരെ വലിയ ഒരു ബിസിനസ് ബന്ധം ഇറാനുമായിട്ട് അവർ ആരംഭിക്കും. അതുമൂലം ഡോളർ കൂടുതൽ സ്ട്രോങ് ആവും, കരുത്ത് പ്രാപിക്കും. അമേരിക്കയ്ക്ക് കൂടുതൽ ബിസിനസ് കിട്ടും. അതേപോലെ തന്നെ ഇറാൻ്റെ എക്കണോമിയും മെച്ചപ്പെടും. എന്നാൽ മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള വ്യാപാരം കുറയാം. അതുകൊണ്ട് ഈ ചർച്ചയിൽ എങ്ങനെയായിരിക്കും അഥവാ ഇറാൻ്റെ ഉപരോധം നീക്കാനുള്ള ഒരു തീരുമാനമെടുത്താൽ അത് വരിക എന്ന് നമുക്കറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ട്രംപ് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം അവരെല്ലാം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. എന്തായാലും ശരി, കാത്തിരുന്ന് കാണാം. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു.